കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധത്തെ നേരിടാനുള്ള പ്രതിരോധം എന്ന നിലയിലാണ് സംസ്ഥാന ബജറ്റിനെ സർക്കാർ മുന്നോട്ട് വെച്ചത്. കേന്ദ്ര സഹായം ലഭിച്ചില്ലെങ്കിൽ പ്ലാൻ ബി എന്ന നിലയിൽ സ്വകാര്യ നിക്ഷേപം കണ്ടെത്താനാണ് നീക്കം. മാത്രമല്ല, കേരളത്തെ കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നു എന്ന ആരോപണം രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നതായിരുന്നു ബജറ്റ് പ്രസംഗം. സർ, കേന്ദ്ര സർക്കാരിൻ്റെ ശത്രുതാപരമായ സമീപനം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉപരോധത്തിലേക്ക് സംസ്ഥാനത്തെ തള്ളിവിടുകയാണ്. കേന്ദ്രത്തിൻ്റെ സമീപനത്തിൽ പരിതപിച്ച് കയ്യും കെട്ടി നോക്കി നിൽക്കാനല്ല കേരളം തയ്യാറാവേണ്ടത്. പകരം തകരില്ല കേരളം, തളരില്ല കേരളം, തകർക്കാനാവില്ല കേരളത്തെ. കേന്ദ്ര സർക്കാരിന്റെ അവഗണനയെ നിയമപരമായി നേരിടുന്നതിനൊപ്പം സാമ്പത്തികമായി സംസ്ഥാനത്തെ ഉയർത്താൻ 1970കളിലെ ചൈനീസ് തന്ത്രവും പരീക്ഷിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറയുന്നു. 1970കളിൽ ഇതിൻ്റെ അവസാനത്തിൽ ചൈനയിൽ രൂപം കൊടുത്ത ഡെവലപ്മെൻറ്റ് സോൺ എന്ന ആശയം കേരളത്തിന് സ്വീകരിക്കാവുന്നതാണ്. പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സഹകരിപ്പിച്ചുകൊണ്ടും സ്വകാര്യ നിക്ഷേപം ആകർഷിച്ചുകൊണ്ടുമാകും സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് സോണുകൾ സൃഷ്ടിക്കുക. നികുതി പിരിവിലെ വിഹിതത്തിലും സ്വജനപക്ഷപാതം കേന്ദ്രം തുടരുന്നുവെന്നും ബജറ്റിൽ ആക്ഷേപം. 100-ൽ 21 രൂപ മാത്രമാണ് ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ അനുസരിച്ച് കേന്ദ്രത്തിൻ്റെ സംഭാവന. സർ, ഉത്തർപ്രദേശിന് ഇത് 100-ൽ 46 രൂപ കേന്ദ്രം നൽകുന്നു. ബീഹാറിന് 100-ൽ 70 രൂപ കേന്ദ്രം നൽകുന്നു. കേരളീയരോടുള്ള കേന്ദ്ര അവഗണനയ്ക്ക് RBI കണക്കുകളേക്കാൾ മെച്ചപ്പെട്ട തെളിവ് വേണോ? മാത്രമല്ല, 10ാം ധനകാര്യ കമ്മീഷനിലെ വിഹിതത്തിൽ നിന്നും 15ാം ധനകാര്യ കമ്മീഷനിലെത്തിയപ്പോൾ കേരളം പൂർണ്ണമായി അവഗണിക്കപ്പെട്ടുവെന്നും ധനമന്ത്രി പറയുന്നു. അതേസമയം സർക്കാരിന്റെ ഊതിപ്പെരിപ്പിച്ച കണക്കുകൾ അടിസ്ഥാനരഹിതമാണെന്ന വിമർശനമാണ് പ്രതിപക്ഷത്തിന്റേത്. ഞങ്ങളെന്ന വിദ്യകളാണോ ഇത് ശരിയാണ് എന്ന് പറഞ്ഞ് ഈ 57,000 3100 കോടി രൂപയാണ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളത്. അതാണ് ശ്രീ ബാലഗോപാൽ ധനകാര്യമന്ത്രി കേന്ദ്രത്തിന് അയച്ച കത്തിലുള്ളത്. അതാണ് ഇതൊക്കെ ഊതിപ്പെരിപ്പിച്ച ഇല്ലാത്ത കണക്കുകളാണ്. ഞങ്ങളിത് സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്. ലോക സമാധാനത്തിനായി 2 കോടി രൂപ മാറ്റിവെച്ച പഴയ ബജറ്റ് ആവേശമൊന്നും ഇത്തവണയില്ല. വേണ്ടത് കേന്ദ്രത്തിന്റെ കരുണയാണ്. അല്ലാത്ത പക്ഷം രാഷ്ട്രീയ പോരാട്ടവും. നിയമസഭയ്ക്ക് മുന്നിൽ നിന്നും മാർഷൽ ബി സെബാസ്റ്റ്യൻ, മാതൃഭൂമി ന്യൂസ്.